പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ആന്റണി എം പി നടത്തിയ ഒരു വിവാദ പരാമർശമാണ്. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്താണ് പങ്ക്, എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ് എന്നായിരുന്നു ആന്റണി പ്രതികരിച്ചത്. 42 ജവാന്മാരുടെ ജീവൻ അത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി BJP അവരുടെ ജീവൻ ബലി കൊടുത്തു എന്നാണ് ആന്റണി പറഞ്ഞത്. അത് കശ്മീരിലെ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിനെ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു ആന്റണി പറഞ്ഞത്. പക്ഷേ ഈ ഒരു പരാമർശത്തിനെതിരെയാണ് BJP നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ വക്താവായി ആന്റണി മാറി, പാകിസ്ഥാനെ വെള്ളപൂശുകയാണ്. അപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആന്റണി അറസ്റ്റ് ചെയ്യണമെന്നാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അജിംസ് ആന്റണിയുടെ ആ ഒരു പ്രസ്താവനയും അതിനെതിരെ ഇപ്പോൾ BJP നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തുന്നു. ഇന്നിപ്പോൾ അനിൽ ആന്റണി അടക്കം അറസ്റ്റ് ചെയ്യണം, രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയമായി BJP ആ ഒരു പ്രസ്താവനയെ മാറ്റിയെടുക്കുകയാണോ? അല്ല, എനിക്കത് മനസ്സിലാവാത്ത കാര്യം, അതിനോട് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുള്ളൂ. ഒന്ന് കെ സുരേന്ദ്രനും ഒന്ന് അനിൽ ആന്റണി. എങ്ങനെയാണ് അത് രാജ്യദ്രോഹമാവുക? അങ്ങനെയാണെങ്കിൽ രാജ്യദ്രോഹി സത്യപാൽ മലിക്കാണ്. അത് BJPയുടെ ഗവർണറായിരുന്ന ആളാണ്. ആ സംസ്ഥാനത്ത് ഈ പുൽവാമ അറ്റാക്ക് നടക്കുമ്പോൾ ആ സംസ്ഥാനത്ത് ഗവർണറായിരുന്ന ആളാണ് സത്യപാൽ മലിക്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അത് നമുക്ക് തടയാൻ കഴിയാമായിരുന്ന ഒന്നാണ്, ഭരണകൂടത്തിന് തടയാൻ കഴിയാമായിരുന്ന ഒന്നാണ്. കാരണം ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. കാരണം ഇത്രയും വലിയൊരു കോൺവോയ്, സൈനികരുടെ CRPF ജവാന്മാരുടെ കോൺവോയ് പോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ പ്രത്യേകമായ സുരക്ഷാ കാലാവസ്ഥയിൽ അവർക്ക് എയർലിഫ്റ്റിംഗ് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് ആഭ്യന്തരമന്ത്രാലയം അനുവദിച്ചില്ല. ഇനി ആ കോൺവോയ് പോകുന്ന സ്ഥലങ്ങളിലൊന്നും വേണ്ടത്ര സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കുകയോ അത് അടയ്ക്കുകയോ ചെയ്തില്ല, പാളിച്ചകൾ കണ്ടെത്തുകയോ അടയ്ക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ കഴിയാവുന്ന ദുരന്തമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സത്യപാൽ മലിക്കിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച, അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായ വീഴ്ച, അതിൽ പാകിസ്ഥാൻ എന്ത് കാര്യം എന്ന് ചോദിച്ചതാണ്. പാകിസ്ഥാൻ അതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ബാലാകോട്ട് എന്ന് പറയുന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന പോയി ആക്രമണം നടത്തുകയുണ്ടായി. ആ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നും മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ഒരു ഭീകര കേന്ദ്രം തകർത്തു എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഒരു ഭീകര കേന്ദ്രം തകർത്തു എന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെട്ടത്. സൈന്യമല്ല അവകാശപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വം. സൈന്യത്തോട്, വ്യോമസേനാ തലവനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ നമ്മൾ ആക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവിടുത്തെ കാഷ്വാലിറ്റി എത്രയാണെന്ന് എണ്ണൽ ഞങ്ങളുടെ പണിയല്ല, അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങളൊരു സ്ഥലത്ത് ആക്രമണം നടത്തി, അത് എവിടെയാണ് നടത്തിയതെന്നോ എത്ര പേർ മരിച്ചതെന്നോ ഞങ്ങൾക്കറിയില്ല എന്നാണ് എയർഫോഴ്സിൻ്റെ മേധാവി അന്ന് 2019 പറഞ്ഞത്. അപ്പോൾ അവിടെ നടത്തിയത് ഒരു ഭീകര കേന്ദ്രം തകർക്കലാണെന്ന് അവകാശവാദം ഉന്നയിച്ചത് പ്രതിരോധ മന്ത്രിയും BJP നേതാക്കളുമാണ്, അല്ലാതെ സൈന്യമല്ല. ഓക്കെ, ഇനി അവിടെ നടന്ന പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം നടത്തിയത് ആരാണെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഒരു ചെറുപ്പക്കാരനാണ് നടത്തിയതെന്ന് പറയുന്നു. ആ ചെറുപ്പക്കാരൻ ആ സ്ഫോടക വസ്തു നിറച്ച കാറുമായി ദിവസങ്ങളായി ആ മേഖലയിൽ കറങ്ങി നടക്കുക എന്നുള്ള വിവരവും അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൽ സംശയങ്ങളുണ്ട്. അന്ന് തന്നെ സംശയങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. അതേ സംശയം ഒരു ജനപ്രതിനിധിയായ ഒരാൾ ഉന്നയിക്കപ്പെട്ടൊരു സംശയം ഉന്നയിക്കുന്നത്. അതിന് എന്താണ് അതിൽ രാജ്യദ്രോഹ കുറ്റം? രാജ്യദ്രോഹം ഉണ്ടെങ്കിൽ ആ പുൽവാമ അറ്റാക്കിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സൈനികർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ഉത്തരേന്ത്യ മുഴുവൻ നടന്ന് പ്രസംഗിച്ച ബീഹാറിൽ ഉൾപ്പെടെ, ബീഹാർ റെജിമെൻറ്റിൽപ്പെട്ട ആളുകളാണ് അതിൽ കൊല്ലപ്പെട്ടത്. ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു കൂടുതൽ പേർ അതിലുണ്ടായിരുന്നു. ബീഹാറിൽ ഉൾപ്പെടെ പലയിടത്തും പോയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു, ഇത്തവണ നിങ്ങളുടെ വോട്ട് ഷഹീദായ സൈനികർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് സൈനികരുടെ പേരിൽ വോട്ട് ചെയ്തതാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം. കാരണം സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കൽ ഇന്ത്യൻ പാരമ്പര്യമല്ല, അങ്ങനെ ചെയ്യാറില്ല, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും രാജ്യദ്രോഹം. അല്ലാതെ ആന്റണി അതിൽ ഉയർത്തിയ സംശയമല്ല, അല്ലെങ്കിൽ ആ സംശയം തീർക്കണം. പാർലമെൻറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേണം. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഈ പുൽവാമ അറ്റാക്കിന് ബദലായിക്കൊണ്ട് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ പോയി നമ്മൾ നടത്തിയ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടത്, ആരൊക്കെയാണ്, അവരുടെ വേറെ വേർഡ്സ് എന്താണ്, അവർ ഏത് ഭീകര സംഘടനയാണെന്നുള്ളത് വ്യക്തമാക്കണം. മറ്റൊന്ന്, ഈ സ്ഫോടകവസ്തു നിറച്ച കാറുമായി ചെറുപ്പക്കാരൻ കശ്മീരിലെ പുൽവാമയിലേക്ക് എത്തിയെങ്കിൽ ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നുവെന്ന് സത്യപാൽ മലിക്, അന്നത്തെ ഗവർണറായ സത്യപാൽ മലിക് പറയുമ്പോൾ അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? ആ അന്വേഷണത്തിൽ എന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ? നമുക്ക് സുരക്ഷാ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ആരാണ്, അവനെ ആരാണ് പറഞ്ഞുവിടുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണം. അത് പാർലമെൻറ്റിലാണെങ്കിലും അറിയും. പാർലമെൻറ്റിലെ ചോദ്യത്തിൽ പോലും മറുപടി ഇട്ടുണ്ടാകുമ്പോൾ ഒരു MP പുറത്ത് ആ ചോദ്യം വീണ്ടും ഉന്നയിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റമാവുക? രാജ്യദ്രോഹം എന്നുള്ളത് കെ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും അവർക്ക് തോന്നും പോലെ എടുത്ത് ആർക്കെതിരെയും വീശാവുന്ന ഒന്നല്ല. ഭാഗ്യവശാൽ ആന്റണി ആയിപ്പോയി. അത് E.T. മുഹമ്മദ് ബഷീറോ അബ്ദുസമദ് സമാനി ആയിരുന്നെങ്കിൽ ഇത് കുറെ കൂടി അവർ വീശിയേനെ. അവർ കുറെ കൂടി സൂക്ഷ്മമായിട്ടാണ് സംസാരിക്കുക എന്നുള്ള മറ്റൊരു കാര്യം. ആന്റണിക്ക് ചെറിയൊരു വീഴ്ച പറ്റിയത് പാകിസ്ഥാനാണോ ചെയ്തെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അതേക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്, അതേക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് രാജ്യദ്രോഹമാവുന്നത്
അത് അനിൽ ആന്റണിയുടെയും കെ സുരേന്ദ്രനും വ്യാമോഹം മാത്രമാണ്. അത് ഒരു എന്താണ് പറയുക, പാളിപ്പോയ ആയുധം മാത്രമാണ്. യെസ്, നിഷാദ്, ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണം ചൂടുപിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ശത്രുക്കളുടെ കയ്യിൽ ഒരു തല്ലാൻ വടിയെടുത്തു കൊടുത്ത അവസ്ഥയായി പോയോ ആന്റണിക്ക്? അല്ല, അങ്ങനെ കാര്യമായിട്ട് BJP, ഞാൻ പറഞ്ഞില്ല നേരത്തെ അജിംസ് പറഞ്ഞ ആന്റണി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ അങ്ങനെ അത് ഉപയോഗിക്കാൻ BJPക്ക് കഴിയില്ല. BJPക്ക് കെ സുരേന്ദ്രൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ BJPക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനൊരു വലുതാകൽ സാധ്യത കുറവാണ്. അതുമാത്രമല്ല, അത് കേന്ദ്ര സർക്കാർ കൂടി ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒന്നല്ല. കാരണം സത്യപാൽ മല്ലിക്കിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലിരുന്ന ഒരാൾ ഇതിൽ സംശയങ്ങൾ ഉന്നയിച്ചിട്ട് അതിൽ കൊത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എടുക്കാനോ അത് വലുതാക്കാനോ അതിന്മേലൊരു ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്യാനോ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കില്ല എന്നാണ് നമുക്കിതിൻ്റെ ഒരു സമീപ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം പുൽവാമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയായിരുന്നു. വളരെ വലിയ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. അപ്പം ഞാനിത് സംസാരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെ വിളിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ ഫോണിൽ കിട്ടിയില്ല, അദ്ദേഹം വേറെന്തോ തിരക്കിലായിരുന്നൊക്കെയുള്ള സംഗതി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹം ജിം കോർബറ്റ് ഉദ്യാനത്തിൽ ഒരു ടെലിവിഷൻ ആങ്കറുമായിട്ട് ഒരു സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുൽവാമയിൽ ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഡിസ്കവറിക്ക് വേണ്ടി ഒരു സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ സമയത്താണ് ഇദ്ദേഹം വിളിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയെ ഫോണിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വളരെ കശ്മീരിൻ്റെ ഗവർണർ ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടില്ല എന്ന് വെച്ചാൽ റേഞ്ച് ഉണ്ടായില്ല എന്നൊക്കെ പറയുന്ന കോമഡി പോലെയാണത്. പ്രധാനമന്ത്രി അങ്ങ് ആ നിലയ്ക്ക് അവൈലബിൾ ആയിരിക്കണമല്ലോ. അത്രയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അദ്ദേഹം ഉന്നയിച്ചു. സെക്യൂരിറ്റി ബ്രീച്ചിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് മിണ്ടിപ്പോവരുത് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ജവാന്മാർ ഇപ്പോൾ പോകുന്നത് സെക്യൂരിറ്റി ത്രെട്ടുള്ള സ്ഥലത്തുകൂടിയാണ്. അവർക്ക് എയർലിഫ്റ്റ് വേണമെന്ന ആവശ്യം ഉണ്ടായിട്ട് ആ എയർലിഫ്റ്റ് ആവശ്യം പരിഗണിച്ചില്ല. അവർ റോഡ് വഴി പോകണമെന്ന് നിർബന്ധം പിടിച്ചു എന്നതിൽ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. 3-4 ദിവസം ഒരു സ്കോർപിയോ വാഹനം നിറയെ സ്ഫോടക വസ്തുക്കളുമായി കറങ്ങി നടന്നു. എന്നിട്ട് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് നേരെ കോൺവോയിലേക്ക് ഇടിച്ചു കയറി സ്ഫോടനം ഉണ്ടാക്കി. സാധാരണ നിലയ്ക്ക് സൈനിക സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആലോചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി എന്നുള്ളത് ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ്. സർക്കാർ അതിന് മറുപടി പറയാനോ അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ എൻകറേജ് ചെയ്യാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ആൻ്റണിയുടെ കാര്യത്തിൽ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാന സംഗതികളിലൊന്ന് പുൽവാമ ആക്രമണം എന്ന് പറഞ്ഞത് അന്നത്തെ സംഭവം ഉണ്ടാകുമ്പോൾ ഭയങ്കരമായ വൈകാരികമായ വിക്ഷോഭം ഉണ്ടാക്കിയ ഒന്നാണ്. നരേന്ദ്രമോദി അതിനുശേഷം ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നിൽക്കുമ്പോൾ പുൽവാമ എന്ന് പറഞ്ഞ ഇന്ത്യൻ പൗരന്മാരുടെ മനസ്സിൽ വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു എപ്പിസോഡായിട്ടൊരു ഇവൻ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു സംഗതിയായിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ പ്രധാന കാര്യം. കാരണം ശത്രു രാജ്യത്തു നിന്നുള്ള ആളുകൾ വന്ന് നമ്മുടെ ജവാന്മാരെ കൊന്നു എന്നതാണ് നമ്മുടെ മനസ്സിലുള്ള സംഗതിയെങ്കിൽ അതേക്കുറിച്ച് ആളുകൾ നിരന്തരം സംശയം ഉന്നയിക്കുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. ഇപ്പോൾ പ്രശാന്ത് ഭൂഷണിനെ പോലുള്ള അഭിഭാഷകർ നോക്കൂ, പുൽവാമയ്ക്ക് സമാനമായ വേറെന്തോ വരാൻ പോകുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിച്ച ഒന്ന്, അതിന്മേൽ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ പ്രവർത്തിച്ചോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിരന്തരമായി രാജ്യത്ത് ഉയർന്നു വരികയും അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുകയും ചെയ്യുന്നു എന്നത് ഒട്ടും ഒരു ചെറിയ കാര്യമല്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതിനകത്ത് മറുപടി പറയാനുള്ള വ്യക്തത വരുത്താനുള്ള, നേരത്തെ അജിംസ് പറഞ്ഞാൽ ആരാണ് വന്നവർ. ഇപ്പോൾ പാർലമെൻറ്റ് ആക്രമണം നടന്നല്ലോ, ഇന്ത്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്ന് പാർലമെൻറ്റിൽ വെടിയുതിർത്ത ആളുകൾ ആരൊക്കെയാണ്? അവരെ മുഴുവൻ കൊന്നുകളയാണ് ചെയ്തത്. അവരെവിടെ നിന്ന് വന്നു, ഏത് സംഘത്തിൽപ്പെട്ടവരാണ്, ആരാണ് അവരെ അയച്ചത്, ഇതൊന്നും ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യമാണ്. അതുപോലെ ഈ ഭീകരർ ആരാണ്, എവിടെ നിന്ന് വന്നവരാണ് എന്ന സംഗതി വെളിപ്പെടുത്താതിരിക്കുകയും അതേസമയം ഇപ്പുറത്ത് കുറേ അധികം ചോദ്യങ്ങളും സംശയങ്ങളും നിരന്തരമായി ഉയർന്നു വരികയും ചെയ്യുന്നത് ഒരു പട്ടാളത്തെ സംബന്ധിച്ചും ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചും നല്ല കാര്യമല്ല. അപ്പോൾ ആൻ്റണി പറഞ്ഞതിൽ പാകിസ്ഥാനിൽ എന്ത് പങ്ക് എന്ന ചോദ്യത്തിലൊരു പ്രശ്നമുണ്ട്. പാകിസ്ഥാനിന് പങ്കെങ്കിലും അദ്ദേഹം പറഞ്ഞത്, പക്ഷെ അതിനകത്ത് ഒരു ശ്രദ്ധിക്കാമായിരുന്നു, കുറച്ച് റെസ്പോൺസിബിൾ ആണ്. അതിനപ്പുറം ഈ ഉന്നയിക്കപ്പെട്ട കാര്യം സത്യപാൽ മല്ലിക് എന്ന് പറഞ്ഞ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അവരുടെ ഗവർണറായിരുന്ന ആൾ ഉന്നയിച്ചതാണ്. അയാൾക്കെതിരെ എടുക്കാത്ത രാജ്യദ്രോഹ കുറ്റം ആൻ്റണിക്കെതിരെ എങ്ങനെ എടുക്കും? അപ്പോൾ ഇത് പറ്റുമെങ്കിൽ അവർ വിശദീകരിക്കട്ടെ. കാരണം ഇപ്പോൾ അതൊരു പുകമറയായിട്ട് നിൽക്കുകയാണ്. യെസ്, അതാണ് വ്യക്തതയില്ലാത്ത കാര്യമായിരുന്നു പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച്. അപ്പോൾ ആൻ്റണിക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. എന്തായാലും ഈ വിവാദം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കാനിടയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്.